ലോക്സഭയിലെ സീറ്റെണ്ണം 850 ഉയർത്തി വനിതാ സംവരണം നടപ്പിലാക്കാനുള്ള ഭേദഗതി ബിൽ ഇന്ന് പാർലമെന്റിലെത്തുകയാണ്. കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കും. 3 ബില്ലിനെയും എതിർത്ത് വോട്ട് ചെയ്യാനാണ് പ്രതിപക്ഷ പാർട്ടികളുടെ തീരുമാനം. പാർലമെന്റിൽ 3-2 ഭൂരിപക്ഷം ഉണ്ടെങ്കിലേ ബില്ല് പാസ്സാക്കാനാകൂ. ബില്ലിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ എംപിമാർ രംഗത്തെത്തി. ഒരു ഉപാധിയുമില്ലാതെ വനിതാ സംവരണം കൊണ്ടുവരണമെന്നാണ് ആവശ്യമെന്ന് CPI നേതാവ് വാനി രാജ 24നോട് പറഞ്ഞു. ബില്ലിന് പിന്നിൽ രാഷ്ട്രീയ ദുരുദ്ദേശമെന്ന് പറയലാണ് NK പ്രേമചന്ദ് MPയും കോൺഗ്രസ് രാജ്യസഭാ MP സയ്യിദ് നസീർ ഹുസൈനും. ബില്ല് രാജ്യത്തിന് അപകടകരമെന്നായിരുന്നു ശിവസേന MP സഞ്ജയ് റാവുത്തിന്റെ പ്രതികരണം. ഒരു കണ്ടീഷനുകളുമില്ലാതെ വനിതാ സംവരണ ബില്ല് സർക്കാർ കൊണ്ടുവരണം ഞങ്ങൾ ആവശ്യപ്പെടുന്നു. അങ്ങനെ കൊണ്ടുവരുന്ന പക്ഷം ആ നിമിഷം തന്നെ ഞങ്ങളുടെ പാർട്ടി വോട്ട് ചെയ്യും. ഇന്ത്യ സഖ്യത്തിലെ എല്ലാ പാർട്ടികളും അതിനനുകൂലമായി വോട്ട് ചെയ്ത് ആ അമെൻമെന്റ് ബില്ല് വിജയിപ്പിക്കും. തെരഞ്ഞെടുപ്പിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഉടനെ അതിൻ്റെ ഇടയിൽ ഈ ബില്ലുകൾ ഇങ്ങനെ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ തന്നെ അവരുടെ പ്രവർത്തനത്തെ ഇലക്ഷൻ പ്രചാരണത്തെ തടസ്സപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യമുണ്ട്. ഒരു കല്ലുകൊണ്ട് 9 പക്ഷിയെ വെടിവെച്ചിടാമെന്നാണ് ശ്രീ നരേന്ദ്രമോദി കരുതുന്നത്. ഇപ്പോൾ തിരക്കിട്ട് ധൃതി പിടിച്ച് 5 സംസ്ഥാന നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ ഘട്ടത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി ഒരു പുതിയ നിയമവുമായി BJP വരുന്നതിന് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്, രാഷ്ട്രീയ ദുരുദ്ദേശമുണ്ട്. വലിയ തോതിൽ 2029 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല, അതിനെ തുടർന്ന് നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും 3-2 ഭൂരിപക്ഷത്തോടുകൂടി BJPയുടെ നേതൃത്വത്തിൽ ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരാനും ഭരണഘടനയടക്കം മാറ്റിമറിക്കാനുള്ള ഭൂരിപക്ഷം ആർജിക്കാനും വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു നിയമനിർമ്മാണവുമായി BJP മുന്നോട്ട് വന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. It's very dangerous to our nation, unity of our nation. We are supporting Women Reservation Bill, there is no question. But most dangerous is delimitation bill, so we'll oppose them. Now we'll stay together and we'll defeat the bill. There should be some basis for the raise in number of seats. There should be some research, some survey, some census to be taken place. Nothing has taken place. All of it is sudden. They are doing this to just score some brownie points for the sake of election, but nothing will help them. We are for women's reservation, for women's empowerment, but we are against this delimitation that they are trying to do it. അച്യുതൻ, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നിർണായകമായ ദിവസമാണ്, ഒരുപക്ഷെ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കിയേക്കാവുന്ന ദിവസമാണ്. ഇത് ഏറ്റവും നടപ്പിലാക്കേണ്ട അനിവാര്യമുള്ള ബില്ലെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നു. രാഷ്ട്രീയ ദുരുദ്ദേശമെന്ന് പ്രതിപക്ഷം പറയുന്നു. എന്താകും സഭയിലെ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും ഫ്ലോർ പ്ലാൻ? അച്യുതൻ. ഗുഡ് മോർണിംഗ് ഹാഷ്മി പ്രവിത. എന്തായാലും ഈ വനിതാ സംവരണം നടപ്പിലാക്കാനായിട്ട് 3 ബില്ലുകളാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഈ പ്രത്യേക പാർലമെന്റ് സെഷൻ വിളിച്ചു ചേർത്തുകൊണ്ട് അവതരിപ്പിക്കാനായി ഒരുങ്ങുന്നത്. പക്ഷേ പ്രതിപക്ഷം ആവർത്തിച്ചു പറയുന്നത് അവർ വനിതാ സംവരണം നടപ്പിലാക്കുന്നതിൽ അവർ എതിരല്ല. പക്ഷേ ഇതിന്റെ മറവിൽ ഈ മണ്ഡല പുനർനിർണയ ബില്ലും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറി നിയമ ഭേദഗതി ബില്ലും ഇത് കൊണ്ടുവരുന്നതിനെ ശക്തമായി എതിർക്കുമെന്നുള്ള നിലപാടാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്നത്. ഇന്നലെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ ഇന്ത്യ മുന്നണി യോഗം ചേർന്നുകൊണ്ട് തന്നെ അത്തരമൊരു തീരുമാനം അവർ കൈക്കൊള്ളുകയും ചെയ്തു. കാരണം ഈ മണ്ഡല പുനർനിർണയ ബില്ലിലാണ് ഈ അപകടം ഇരിക്കുന്നത് എന്നുള്ളത് പ്രതിപക്ഷം പറയുന്നുണ്ട്. കാരണം BJPക്ക് അനുകൂലമായ തരത്തിലേക്ക് ഈ മണ്ഡലങ്ങൾ അവർക്ക് നേടിയെടുക്കുക, അതായത് പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിലേക്ക് വരുമ്പോൾ BJPക്ക് നേട്ടമുണ്ടാകുന്ന ഇടങ്ങളിൽ മണ്ഡലങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് 3-2 ഭൂരിപക്ഷം നേടിയെടുക്കുകയും അതിലൂടെ അവർക്ക് ഇഷ്ടാനുസരണം ഭരണഘടനാ ഭേദഗതികൾ വരുത്തുവാനുമുള്ള ശ്രമം, അതിന്റെ ഭാഗമായിട്ടാണ് ഈ നീക്കം എന്നുള്ളതാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. 2029 തെരഞ്ഞെടുപ്പിൽ ഇത് നേടിയെടുക്കാനുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് പ്രതിപക്ഷം ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മണ്ഡല പുനർനിർണയ ബില്ലിനെയും അതുപോലെ യൂണിയൻ ടെറിട്ടറി നിയമ ഭേദഗതിയെയും എതിർക്കും എന്നുള്ളതാണ് പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന നിലപാട്. എന്നാൽ വനിതാ സംവരണം അത് നടപ്പിലാക്കട്ടെ, ഈ കഴിഞ്ഞ നിലവിലുള്ള മണ്ഡലങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. അതിനെന്തിനാണ് നിലവിലിപ്പോൾ ഈ സീറ്റുകൾ ഗണ്യമായി ഉയർത്തിക്കൊണ്ട്, അതായത് നിലവിലുള്ള സീറ്റിൽ നിന്ന് 850 എന്ന നിലയിലേക്ക് ഉയർത്തുന്നതിൻ്റെ ആവശ്യം എന്താണ്? ഈ 2011 സെൻസസ് വച്ചല്ലേ ഇവർ വീണ്ടും ഈ മണ്ഡല പുനർനിർണയം നടത്താനായി ഒരുങ്ങുന്നത്. അപ്പോൾ അത് കൃത്യമായ ഒരു സംവിധാനം ഇല്ലാതെയാണ് നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത്. വരുന്ന സെൻസസ് അല്ലെങ്കിൽ സെൻസസ് നടത്തിക്കൊണ്ട് അത്തരം തീരുമാനങ്ങളിലേക്ക് പോട്ടെ. ഈ 2011 സെൻസസ് പ്രകാരം
എന്തിനാണ് ഈ തിടുക്കപ്പെട്ട ഈ മണ്ഡല പുനർനിർണയം പോലുള്ള മറ്റ് നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാൻ ഒരുങ്ങുന്നത് എന്നൊരു ചോദ്യം പ്രതിപക്ഷം ന്യായമായി തന്നെ ഉയർത്തുന്നുണ്ട്. എന്തായാലും ഇതിൽ ഭരണപക്ഷം സ്വീകരിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തോട് ഈ വനിതാ സംവരണ ഭേദഗതി ബില്ല് അത് പാസ്സാക്കുവാൻ വേണ്ടി ഇതിനൊപ്പം ഈ സംവരണം നടപ്പിലാക്കാൻ വേണ്ടി ഒപ്പം നിൽക്കണം എന്നൊരു അഭ്യർത്ഥന കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ എംപിമാർക്ക് കത്തയക്കുകയും പ്രതിപക്ഷത്തിന്റെ പിന്തുണ പല ആവർത്തി തേടുകയും ചെയ്തതാണ്. എന്നാൽ DMK പോലുള്ള പാർട്ടികൾ ആരോപിക്കുന്നത് ഈ യൂണിയൻ ടെറിട്ടറി നിയമ ഭേദഗതി അത് ചില ഗൂഢലക്ഷ്യങ്ങളോടുകൂടി കൊണ്ടുവരുന്നതാണ്. കാരണം ഇന്ത്യയിലെ തന്നെ പ്രധാന നഗരങ്ങൾ, അതിൽ അവർ പറയുന്നത് മുംബൈ പോലുള്ള നഗരങ്ങളെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാൻ ഉള്ള നീക്കമാണ് BJPയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെയെല്ലാം ആ രീതിയിൽ തന്നെ കണ്ട് എതിർക്കേണ്ടതുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ ഈ ബില്ലുമായി മുന്നോട്ട് വരുമ്പോൾ അത് ലോക്സഭയിൽ നിയമമന്ത്രി അർജുൻ റാം മെഹ്വാൾ ആയിരിക്കും ഈ ബില്ല് അവതരിപ്പിക്കുക. ആകാംക്ഷ. അപ്പോൾ ഈ 3-2 ഭൂരിപക്ഷം വേണം. അതിന് സഭയിൽ പ്രതിപക്ഷം എതിർക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോഴും പല സംസ്ഥാനങ്ങൾ, ബംഗാൾ അടക്കം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടങ്ങളിലൊക്കെ അവിടുത്തെ എംപിമാരൊക്കെ വളരെ സജീവമായ പ്രചരണ തിരക്കിലാണ്. പ്രതിപക്ഷത്തിന് വെല്ലുവിളിയാണ്. കാര്യം എല്ലാവരും അവിടെ ഉണ്ടാവണം, ഒരാൾ പോലും അവിടെ കുറയാൻ പാടില്ല, എല്ലാവരും അതിനെതിരെ വോട്ട് ചെയ്യണം, മറ്റേതെങ്കിലും തരത്തിലുള്ള ഭരണപക്ഷത്തിന്റെ സ്ട്രാറ്റജികളിൽ കുഴികളിൽ പോയി വീണുകൂടാം. അങ്ങനെ ഇന്ന് പ്രതിപക്ഷത്തിനും സഭയിൽ ഒരു നിർണായക ദിവസമാണ്. അച്യുതൻ, ഹാഷ്മി, തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ്, അതിന് മുന്നോടിയായി തന്നെയാണ് ഈ പാർട്ടികൾ അവരുടെ എംപിമാരോട് ഈ സഭ ഈ 3 ദിവസം ഹാജരാകാൻ ആവശ്യപ്പെട്ട ഈ 3 വരി വിപ്പ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ അത് ഇതിനോടകം തന്നെ നടത്തി കഴിഞ്ഞു. കാരണം ഈ ദിവസം അതേറെ നിർണായകമായതുകൊണ്ട് തന്നെ എല്ലാ എംപിമാരും ഈ 3 ദിവസം സഭയിൽ ഉണ്ടായിരിക്കണം. കാരണം ഇതിൽ BJPക്ക് അവർക്ക് ഒറ്റയ്ക്കൊരു ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ ഈ ബില്ല് പ്രതിപക്ഷത്തിന്റെ പിന്തുണ ഇല്ലാതെ പാസ്സാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഇതുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ പിന്തുണ ഈ വിഷയത്തിൽ തേടിയിരിക്കുന്നു. പക്ഷേ പ്രതിപക്ഷം ഒരു കാരണവശാലും ഈ മണ്ഡല പുനർനിർണയ ബില്ലിനെയോ അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി നിയമ ഭേദഗതി അനുകൂലിക്കുകയില്ല എന്ന് അവർ അടിവരയിട്ട് പറയുന്നുണ്ട്. അതിനെ ശക്തമായി തന്നെ എതിർത്ത് വോട്ട് ചെയ്യും. പക്ഷേ അതിലും BJP ചില നീക്കങ്ങൾ നടത്തുന്നു എന്നുള്ളതും പ്രതിപക്ഷം ആരോപിക്കുന്നു. അതായത് ഈ വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർക്കുന്നു എന്ന തരത്തിൽ ചിത്രീകരിച്ച ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് BJP നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ ഈ ബില്ലുമായി മുന്നോട്ട് വരുന്നത് എന്നതും പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ 3-2 ഭൂരിപക്ഷം അതില്ലാതെ ഈ ബില്ല് പാസ്സാക്കാനേ കഴിയില്ല. അപ്പോൾ പ്രതിപക്ഷം എടുക്കുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷം ഇതിൽ എങ്ങനെയാണോ അവർ സ്വീകരിക്കുന്ന സമീപനം അതെന്തായാലും സഭയിൽ ഏറെ നിർണായകമായിട്ടുള്ള ഒരു ഘടകമാണ്. ഇരുതല മൂർച്ചയുള്ള വാളാണ് എന്ന് ഉറപ്പായും പറയാം. അത് പാസ്സാക്കുകയാണെങ്കിൽ അത് ഈ പറയുന്ന BJPക്ക് വലിയ രാഷ്ട്രീയ നേട്ടങ്ങൾ ഉണ്ടാക്കും. മാത്രമല്ല ജനസംഖ്യാ അടിസ്ഥാനത്തിലൊക്കെ ആണെങ്കിൽ കേരളമടക്കം ആ മേഖലയിൽ കൈവരിച്ച വലിയ നേട്ടങ്ങളെ ശിക്ഷിക്കുന്നതിന് തുല്യമാകുമെന്ന് പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. ഇനി അത് പാസ്സാവുന്നില്ല എന്നുണ്ടെങ്കിൽ വനിതാ സംവരണത്തെ പ്രതിപക്ഷം എതിർത്തു എന്ന് പറഞ്ഞ് ബാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ സംസ്ഥാനങ്ങളിൽ ബാക്കി ദിവസങ്ങളുടെ NDAയുടെ BJPയുടെ പ്രധാന പ്രചരണമായത് അതാകും എന്ന കാര്യം തർക്കമില്ല. എന്തായാലും സഭയിൽ ഇന്ന് വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.